റിഡക്റ്റീവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസത്തെപ്പറ്റി പറയാം. ഒരു സാമൂഹിക പ്രശ്നത്തെ പറ്റിയുള്ള ഒരു വാർത്ത വരുന്നു. 9 PM ഡിബേറ്റ്സുകളിൽ അതൊരു വലിയ ചർച്ചയാകുന്നു. സോഷ്യൽ മീഡിയയിൽ നീണ്ട പോസ്റ്റുകൾ വരുന്നു. ട്രോളന്മാർക്ക് പറഞ്ഞിരിക്കാൻ ഒരു കണ്ടന്റ് കിട്ടുന്നു. എന്നാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ കാതലായ വിഷയത്തിൽ നിന്ന് മാറി ഈ വിഷയത്തിൻ്റെ ചുറ്റുമുള്ള മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് മാറുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പ്രൈമറി ഇഷ്യൂസിൽ നിന്ന് സമൂഹം ഡൈവേർട്ടായി പോകുന്നു. ഇങ്ങനെയാണ് സമൂഹം പ്രശ്നങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതും പ്രശ്നപരിഹാരത്തിലേക്കുള്ള വഴികളെ അടയ്ക്കുന്നതും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും വ്യത്യസ്തമല്ല. WCC എന്നൊരു സംഘടന സിനിമാ മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഒരു പെറ്റീഷൻ നൽകുന്നു. സർക്കാർ അതിന് മറുപടിയായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. ഹേമ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സർക്കാരിന് നൽകുന്നു. അതിനുശേഷം ഒരുപാട് ആർട്ടിസ്റ്റുകളും സിനിമാ പ്രവർത്തകരും തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളെപ്പറ്റി വാർത്തകളിൽ വന്ന് മൊഴി നൽകുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ചർച്ചകൾ എന്താണ്? ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരൊക്കെ പവർ ഗ്രൂപ്പിലുണ്ട്, WCC എന്തുകൊണ്ട് പേരുകൾ പറയുന്നില്ല, ഹേമ കമ്മിറ്റിയിൽ എന്തുകൊണ്ട് പേരുകൾ പുറത്തുവിട്ടില്ല, വാതിൽ മുട്ടിയത് ആരൊക്കെ, വാതിൽ തുറന്നത് ആരൊക്കെ, ഈ കേസസ് ജെന്യൂൻ ആണോ ഫേക്ക് ആണോ, ഫേക്ക് റേപ്പ് കേസുകളെ നമുക്ക് എങ്ങനെ നേരിടാം, എൻ്റെ ഇഷ്ടപ്പെട്ട നടൻ ഈ ലിസ്റ്റിൽ ഇല്ലല്ലോ, ഭാഗ്യം എന്നുള്ള കുറേ നെടുവീർപ്പുകൾ, റിയൽ ഫെമിനിസം ആണോ ഫേക്ക് ഫെമിനിസം ആണോ, WCCയിലുള്ള ആളുകൾ ഹിപ്പോക്രൈറ്റ്സ് ആണോ അല്ലയോ, അങ്ങനെ പോകുന്നു ചർച്ചകൾ. ഈ ചർച്ചകളൊന്നും തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാതലായ വിഷയങ്ങൾ ഇതല്ല എന്നാണ്. ഇതെല്ലാം സെക്കൻഡറി വിഷയങ്ങളാണ്. ഇതെല്ലാം ഷോർട്ട് ടേം ആയിട്ട് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ മാത്രമാണ്. ലോങ് ടേം ആയിട്ട് സിസ്റ്റമിക് ആയിട്ട് ഹേമ കമ്മിറ്റി മുമ്പോട്ട് വെച്ച സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് ഇഗ്നോർ ചെയ്യപ്പെടുന്നു. അത് പതുക്കെ വേറെ ചർച്ചകളിലേക്ക് പോയിട്ട് ഈ വിഷയം ഡൈ ഔട്ട് ആകുന്നു. എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്ന വിഷയങ്ങൾ? അതിനെ നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ടേംസ് ഓഫ് റെഫറൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ സ്കോപ്പ്, ഈ റിപ്പോർട്ടിൻ്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ സ്ത്രീകൾ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, വർക്കിംഗ് കണ്ടീഷൻസ് എന്താണ്, റെന്യൂമറേഷൻ എന്താണ്, സിനിമാ മേഖലയിലെ ജെൻഡർ ഇക്വാലിറ്റി നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെ നമുക്ക് കൂടുതൽ ഉറപ്പാക്കാൻ പറ്റും, ഇതൊക്കെയായിരുന്നു ഹേമ കമ്മിറ്റിയുടെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങൾ. എന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതൊന്നും തന്നെയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് സ്ത്രീകളുടെ അവസ്ഥ പരിതാപകരമാണ് എന്നത് വ്യക്തമാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? സിനിമാ മേഖലകളിൽ സ്ത്രീകളും മറ്റ് ആർട്ടിസ്റ്റുകളും നേരിടുന്ന സെക്ഷൽ ഹരാസ്മെൻറ്റ് പോലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്മിറ്റി വരേണ്ടതുണ്ട്. ഈ ഇൻഡിപെൻഡൻറ്റ് കമ്മിറ്റി സിനിമയിലുള്ള പവർ ഗ്രൂപ്പ് അഥവാ പവർ പൊസിഷനിലിരുന്ന ആളുകളുടെ ഇൻഫ്ലുവൻസിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട്. ഒരു സിനിമ റിലീസാകുമ്പോൾ നമ്മൾ സെൻസർ ബോർഡ് പോലുള്ള പല സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഒരു സിനിമ റിലീസ് ആകണമെങ്കിൽ ഇത്തരം ഇൻഡിപെൻഡൻറ്റ് ബോഡികളുടെ സർട്ടിഫിക്കേഷൻ, അതായത് ഒരു തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റോ ജോബിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ സിനിമ റിലീസാകുകയുള്ളൂ എന്നത് നിയമം വഴി പാസ്സാക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയെ ഒരു വർക്ക് പ്ലേസ് ആയിട്ട് ആളുകൾ കാണുന്നില്ല. വളരെ പ്രമുഖമായിട്ടുള്ള നടന്മാർ വന്ന് ഇത് ഒരു അമ്മ എന്നതൊരു കുടുംബമാണ്, ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന ഉടായിപ്പ് ന്യായങ്ങൾ അഥവാ മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ് പറയുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു വർക്ക് പ്ലേസ് തന്നെയാണ്. വർക്ക് പ്ലേസിൽ ഒരു എംപ്ലോയർ റിലേഷൻ എന്താണോ, എംപ്ലോയറുടെയും അവകാശങ്ങൾ എന്താണോ അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഒരു വർക്ക് പ്ലേസിൽ ബേസിക്കായിട്ട് വേണ്ടത് ടോയ്ലറ്റ്സ് ആണ്. സ്ത്രീകൾക്ക് മാറാൻ ചേഞ്ചിങ് റൂംസ് വേണം. ഇതൊന്നുമില്ലാതെ ഒരു വർക്ക് പ്ലേസിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരം ബേസിക് ഫെസിലിറ്റീസ് കൊടുക്കാത്ത സിനിമകൾ റിലീസാക്കേണ്ടതില്ല. വർക്ക് പ്ലേസിൽ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ നിഷിദ്ധമാക്കേണ്ടതുണ്ട്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ വർക്ക് പ്ലേസിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. സിനിമയിൽ ഭാഗമാകുന്ന എല്ലാവരും, അത് ലീഡ് ആക്ടർ തൊട്ട് പിന്നണിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും, ലൈറ്റ് ബോയ് തൊട്ട് വരെയുള്ള എല്ലാ അണിയറ പ്രവർത്തകരും പ്രിവെൻഷൻ ഓഫ് സെക്ഷുവൽ ഹരാസ്മെൻറ്റ് എന്ന ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടവരാണ്. അത് ഒന്നുകിൽ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ എല്ലാ സിനിമയിലും അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും അത്തരം ട്രെയിനിങ്ങിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്ന് നിയമം വഴി പാസ്സാക്കേണ്ടതുണ്ട്. തുല്യവേതനം എന്നത് കൊടുക്കാൻ പറ്റില്ല എന്ന് പലർ പറയുന്നുണ്ട്. ശരി, വാദത്തിന് വേണ്ടി അത് എടുത്താൽ പോലും മിനിമം വേതനം തുല്യമാക്കാൻ പറ്റുമല്ലോ. ഉദാഹരണത്തിന് അസിസ്റ്റന്റ് ഡയറക്ടർ, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മിനിമം ഇത്ര വേതനം കിട്ടേണ്ടതുണ്ട്. ക്യാമറാമാൻ, അത് ഏത് ജെൻഡറിൽ പെടുന്ന വ്യക്തിയാണെങ്കിലും മിനിമം വേതനം ഇത്രയായിരിക്കണം. സപ്പോർട്ടിംഗ് ആക്ടർ, അത് ഏത് ജെൻഡറിൽ പെട്ട വ്യക്തിയാണെങ്കിലും മിനിമം വേതനം എന്ന് പറയുന്നത് ഇത്രയാണ്. മാക്സിമം വേതനം എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടെ തുല്യത എന്തായാലും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മിനിമം വേതനം തുല്യമാക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായ ആവശ്യമാണ്. വർക്ക് പ്ലേസിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന വേറൊരു അവകാശം എന്നത് മെറ്റേണിറ്റി ലീവാണ്, അഥവാ പ്രസവാനന്തര ചികിത്സ, പ്രസവത്തോടനുബന്ധിച്ചുള്ള ലീവ്, ഇതെല്ലാം പെയ്ഡ് ലീവായിട്ടാണ് വർക്ക് പ്ലേസിൽ കൊടുക്കുന്നത്. സിനിമാ മേഖലകൾ അതില്ല. അതെന്തുകൊണ്ടില്ല? അമ്മ പോലുള്ള സംഘടനകൾക്ക് മുന്നിട്ടിറങ്ങി ഇത്തരം പെയ്ഡ് ആയിട്ടുള്ള മെറ്റേണിറ്റി ലീവ്സ് എൻഷുർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്.
ഇതൊക്കെയല്ലായിരുന്നു നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. അല്ലാതെ ഏത് നടനാണ് വാതിൽ മുട്ടിയെന്നും പവർ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് എന്നതും ചർച്ച ചെയ്ത് സമയം കളയുന്നതായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. ഇത് കാരണം ഈ സിസ്റ്റമിക് ആയിട്ടുള്ള സിനിമാ മേഖലകളിലെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. വീണ്ടും ഇതേ സംഭവം, ഇതേ സിസ്റ്റം അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഈ സിസ്റ്റത്തിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. ആളുകൾ ആകെ ചർച്ച ചെയ്യുന്നത് വളരെ റിയാക്ഷണറി ആയിട്ട് ആരെ കേസിൽ കൊടുക്കണം, ആർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് വളരെ ഒരു കാര്യം വ്യക്തമാണ്. സിനിമാ മേഖലകളിൽ വേണ്ടത് സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചുകളാണ്. അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറച്ച് ആളുകളെ എടുത്ത് പണിഷ് ചെയ്തുകൊണ്ട് സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചുകൾ വരില്ല. സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ടുവരണമെങ്കിൽ അവിടെ നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാവേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്, സിനിമാ മേഖലകളിലുള്ള ഇത്തരം കേസുകൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിപെൻഡൻറ്റ് നിയമം കൊണ്ടുവരേണ്ടതുണ്ട് എന്നും മാത്രമല്ല ഇത്തരം നിയമങ്ങളെ സാധൂകരിക്കാൻ വേണ്ടി ഇൻഡിപെൻഡൻറ്റ് ട്രിബ്യൂണലുകളിലായിരിക്കണം ഇത്തരം കേസുകൾ നടത്തേണ്ടതെന്നും. അപ്പോൾ ഇത്തരം ശുപാർശകളൊന്നും തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് വളരെ രസകരം. ഇങ്ങനെയാണ് സമൂഹം കാതലായിട്ടുള്ള ഇഷ്യൂവിനെ മറക്കുന്നതും സെക്കൻഡറി ടെർഷറി ആയിട്ടുള്ള ഇഷ്യൂസിൽ ചർച്ച ചെയ്ത് സമയം കളയുന്നതും. നിങ്ങൾക്ക് തോന്നുന്ന സജഷൻസ് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നന്ദി.